ലക്ഷ്മി ലക്ഷ്മി ഒന്നുമില്ല. നിന്റെ അപ്പനെങ്ങും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോവാ. ഒന്ന് വെയിറ്റ് ചെയ്യ് സാറേ, അപ്പനിപ്പം വരും. ലക്ഷ്മി 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 സോറി, ഒരു അല്പം ലേറ്റായി. എന്തോ അപ്പാ, എത്ര നേരമായി ഗ്ലാസും കഴുകി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് എനിക്ക് ഇത്ര വെള്ളം ഒഴിച്ച്? കൂമ്പ് പാടും. പിന്നെ എന്തുണ്ട് വിശേഷം? നമ്മുടെ സ്റ്റേഷനിലെ വിശേഷങ്ങൾ അവിടെ എന്തോ സാറേ, പെൺവാണിഭം, പിള്ളാരെ കിടത്തൽ, സദാചാരം, ഗുണ്ടാസംഘം. മടുപ്പ് കേസ് തന്നെ. ഇതാ ഞാൻ അങ്ങോട്ട് വരാത്ത മതിയായി. ഇക്കൊല്ലം കൊണ്ട് ഞാനങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ സാറ് നിർത്തല്ലേ സാറേ, ആ എസ് ഐ സാറിന്റെ ഇടികൊണ്ട് ഞങ്ങൾ ചാവും. അയാളെ എന്തെങ്കിലും ചെയ്തിട്ട് സാറ് അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനേ ഇത്തവണ ഇലക്ഷന് നിന്നാലോ എന്ന് ആലോചിക്കായിരുന്നു. ആ നല്ലതാ സാറേ, സാറ് തന്നെ നിൽക്കണേ. സാറിൻ്റെ അപ്പം ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം സ്വർഗമായിരുന്നു, സ്വർഗം. അപ്പനായിട്ട് തുടങ്ങി വെച്ച പാർട്ടിയല്ലേ. വീട്ടിൽ നിന്ന് അമ്മച്ചൊക്കെ ഭയങ്കര പ്രഷറാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ പാർട്ടി കയ്യിൽ നിന്ന് പോകും. സാർ ഇറങ്ങണം സാറേ, നമ്മൾ വിജയ് ഫാൻസിന്റെ ഫുൾ സപ്പോർട്ടാണ്. അല്ലടാ ബിജു? ഫുൾ സാറേ ഫുൾ സപ്പോർട്ടാ, പക്ഷെ ഒരു ഫുൾ കൂടെ എടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പടം എന്നാ റിലീസ്? ആകെ പ്രശ്നമാണ് സാറേ, തിയേറ്റർ സമരം മൊത്തം കുഴപ്പം. അതാ എവന്റെ പ്രശ്നം. ഇനി സൈമ, എന്റെ പ്രശ്നം ഞാൻ പറയാം. ലക്ഷ്മി എനിക്കൊരു സ്വസ്ഥതയും തരുന്നില്ല. അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. അമ്മയെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥയില്ല. ഇന്നെന്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ആ ഊതിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് എടുത്ത് കളയണം. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. സൈമ, ഞാനൊരു കാര്യം പറയാം. മേലെ നീ വെളിയിൽ പോയിരുന്ന് വെള്ളം അടിക്കരുത്. നിനക്ക് അടിക്കണമെങ്കിൽ എന്നോട് പേരുന്ന് അടിക്ക്. പൊളിയപ്പൻ. പൊളിഞ്ഞിരിക്കും. അതെ വരണ വഴി. ലക്ഷ്മി ഒരു പാവം. അയ്യോ, ജാതി മതം ഒന്നും നോക്കാതെ അവളിവിടെ വന്നു. അതിന്റെ കാണാനുണ്ട്. അവള് വന്ന കാലം മുതൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ ഇനി നടക്കില്ല. അപ്പനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പെണ്ണുങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെയാ. നമ്മളായിട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ടെന്നേ. നാളെ ആ പെണ്ണെ പോയി കണ്ടോണം. ഞാൻ കണ്ടാ മതിയാ? അപ്പനറിയാലോ, തുപ്പാക്കി ഞാൻ 22-ാം തവണ ന്യൂ തിയേറ്ററിൽ വെച്ച് കണ്ടോണ്ടിരുന്നപ്പോ വിജയാണ്ണന്റെ എൻട്രിക്ക് നിർത്താതെ എഴുന്നേറ്റ് നിന്ന് ബിസിലടിച്ച പെൺകുട്ടി. അവളെ ഞാൻ കേട്ടത്തുള്ളൂ. സൈമ, കുറെ നാളായിട്ട് ഞാനത് കേൾക്കുന്നു. അവൾ ആരാ എന്താണെന്ന് പോലും നിനക്കറിയില്ല. ആ ബ്രോക്കർ ത്രേസ്യ ചേച്ചി പറഞ്ഞ പെണ്ണിനെ നാളെ പോയി കണ്ടോണം. ചായ കുടിക്ക്. മറിയാമ്മ ഉണ്ടാക്കിയാണോ ഈ ചായ? അല്ല, അമ്മച്ചി ഉണ്ടാക്കിയതാ. എന്തേ, കൊള്ളതില്ലേ? കൊള്ളാം, ഭയങ്കര കടുപ്പം. ഇത്ര കടുപ്പത്തിൽ ഞാൻ ചായ കുടിക്കാറില്ല. സൈമൺ എന്നെ ഓർക്കുന്നുണ്ടോ? ഇല്ല. പുലിമുരുകന്റെ ടിക്കറ്റ് അന്ന് സൈമന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ബ്ലാക്കിൽ വാങ്ങിച്ചത്. അതാണ് എവിടെ കണ്ട പരിചയം. ശ്രീകുമാറിന്ന്. പക്ഷെ 300 രൂപ വാങ്ങിച്ചു. പുലിമുരുകന് 300 രൂപ അത്ര കൂടുതലൊന്നല്ല. അതുകൊട്ടെ, മറിയാമ്മയ്ക്ക് വിജയ് സാറിന് ഇഷ്ടമാണോ? വിജയ് സാറോ? വിജയ് സേതുപതി. ഇളയ ദളപതി വിജയ്. അപ്പോ സൈമൺ എന്താ ജോബ്? ഭൈരവയുടെ റിലീസ് എടുത്തു വരുവാണല്ലോ, അതുകൊണ്ടിപ്പോ ജോലിക്ക് പോവാറില്ല. വിജയ് സാറിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് പറഞ്ഞില്ല. അത് പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് സൂര്യനെ ഇഷ്ടം. ഏത് സൂര്യ? സിംഗം സൂര്യ. അല്ല, PSC ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ടല്ലോ, ജോലി കിട്ടത്തില്ലേ? പിന്നെ കിട്ടും. കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യാം.
ചെലവണ്ണ വണക്കം സെൽവണ്ണേ. ചെലവണ്ണ ആര്? സെൽവൻ? സെൽവണ്ണ? സെൽവണ്ണ? അതാര്? ആ ഫിക്സ് பண்ணியாச்சா? ரிலீஸ் டேட்டா எப்பா? என்ன சார்? ഹലോ 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 പാലഭിഷേകം വേണ്ടാന്നോ? ശ്ശെ, പാലഭിഷേകം എടാ റിലീസിന്റെ ഒന്ന് പാലഭിഷേകം വേണ്ട. ആര് പറഞ്ഞു? സെൽവൻ അയാളാരാ? അയാൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. അതെ, സെൽവൻ തമിഴ്നാട്ടിലെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിലെ കാര്യം നോക്കാൻ നമുക്കറിയാം. വിജയണ്ണന് പാലഭിഷേകം ഇല്ലാതെ ഇവിടെ പടം റിലീസ് നടക്കില്ല. നീ അവിടെ ഇരിക്കടാ. 2 പാക്കറ്റ് പാല് പൊടിച്ചു വെക്കണ കേസല്ലേ ഉള്ളൂ. അത് നമുക്ക് ചെയ്യടാ. നമ്മളിങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ നമുക്ക് ഫോട്ടോഷൂട്ട് കിട്ടാത്ത. ആ സെൽവിനോട് നല്ല ഐഡിയ കൊടുക്കണം. പിടിക്കാം. നീ അടങ്ങ്. അല്ല ശരിക്കും നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല, ഞാനാണല്ലോ ഈ ഇളയദളപതി രസികർ മണ്ഡലം സെക്രട്ടറി. ഞാൻ ആരുമല്ല, യൂബർ ഡ്രൈവർ മൂസ. ഈ ഉപ്പിന് ഇന്ത്യയിൽ എന്താ പറയുന്നത്? ഉപ്പിന് നമുക്ക് 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 നമുക്കല്ല, ഉപ്പിന്. ഉപ്പിനെയാണ് നമുക്കെന്ന് പറയുന്നത്. നമുക്ക് എന്തിനാ ഇത്ര ഇട്ടേ? പണി അറിയാതൊക്കെ പറഞ്ഞു വിടറ. ശരി മുതലാളി, വേണമെങ്കിൽ നീ അവനോട് അങ്ങ് പോക്കോ. എന്റെ കുടുംബം മുതലാളി, എന്റെ പുൽസയില് കറക്റ്റ് നമുക്കാ. കറക്റ്റ് നമുക്ക് ഇട്ട് ഒരു പുൾസേക്ക് എടുത്തേ. നോക്കട്ടെ, ജൽദി കരോ. എന്തിനാണ് നിനക്ക് ശമ്പളം തരണേ? ഗുളിക കഴിക്കുന്നത് കൊണ്ട് അറിയാതെ മയങ്ങിപ്പോയതാ. എന്നാ മര്യാദ എടുത്തോണം. തുറക്കണ കയറ്റി. സമയം കഴിഞ്ഞു. തുറക്കണോ? മുതലാളി ഇന്ദ്രകുഞ്ഞു. എത്ര നേരമായിട്ട് വിളിക്കുന്ന? നീ കാര്യം വേണപ്പാ. ആ കോശി ഡോക്ടർ വിളിച്ചിരുന്നു. അയാളുടെ അസിസ്റ്റന്റ് ഡോക്ടർ ചോമൻ, അവനാള് ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കോപ്പി ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ്സ് ഒന്നും പുറത്തു പോയിട്ടില്ല. പക്ഷെ അവൻ കമ്മീഷണർ കണ്ട പിന്നെ പണിയാ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവന്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പ് ചെയ്തേ. ആ അണ്ണൻ അവിടെ ഹോട്ടൽ പണിയണം. അതിനാ പുറമ്പോക്കിലെ ഒഴിപ്പിക്കണം. ഇതെനിക്ക് വിട്ടു തന്നേരം അർജുണ്ണ. അതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊന്നും കഴിക്കാതിരിക്കണ്ട. അൾസർ വരും. നമുക്കൊരുമിച്ച് കഴിച്ചാലോ? തൊട്ടില്ല മൊട്ടിട്ടു വല്ലോ
അതെ മുതലാളി ഇതൊന്നും കഴിക്കത്തില്ല. തട്ടുദോശയും വാറ്റും. അതാണ് മുതലാളിയുടെ കോമ്പറ്റീഷൻ. ഓ അയാലും നമ്മളെ കിടക്കട്ടെ. അതാ നടക്കുകയില്ല. അർജുനൻ പോവാണോ? തനിക്ക് ബോധം വരുമ്പോ വിളിക്കേ. അപ്പൊ വരാം. ഹലോ. ഒന്ന് പറയടേ. അതെ മുതലാളിയുടെ ടേസ്റ്റ് താഴെ വെയിറ്റ് ചെയ്യുക. തറവാട് ശാന്ത. എന്നാ ശാന്ത എന്ന് വിട്ടേക്കണേ. ആദ്യം തന്നത് തിന്ന്, എന്നിട്ട് ശാന്ത. വയസ്സാം കാലത്ത് കുള്ളന്റെ ആക്രാന്തം. മുതലാളി നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പാള്. എന്താടോ സർ ഈ വർഷം നല്ല റിസൾട്ടാണ് ക്യാറ്റിന്. രാഹുൽ ക്യാറ്റ് 153 ആൻഡ് പ്രിൻസ് ക്യാറ്റ് 201. കാറ്റ് കാറ്റ് പൂച്ച. സർ കിട്ടാനുള്ള ഫീസ് മുഴുവൻ പിരിച്ച ഇല്ല സർ, കുറച്ച് ബാലൻസ് കിട്ടാനുണ്ട്. തട്ടുകടയായാലും സ്റ്റാർ ഹോട്ടലായാലും അർജുൻ ഒരു മാനേജ്മെന്റ് അറിയൂ. ഈ പശുവിനെ കറക്കുമ്പോ മുഴുവനും കറക്കണം, ഇല്ലേ പാല് കുറയും, അകിടിന് നീരും അടിക്കും. അല്ലടി? നാളെ മൊത്തം കാശും മേശപ്പുറത്ത് വരണം. ശരി. പൊക്കോ. ചെറുപ്പക്കാരനാ അല്ലേ സാറേ? ഏയ് ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചു പ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ ഒക്കെ. സാർ ആരെ കുറിച്ചാ പറയുന്നത്? മമ്മൂട്ടിയെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയി ചെറുക്കനെ കുറിച്ച്. അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളും അടിച്ചാൽ മതി. കുറച്ച് മണൽ വരാം. പറ്റിയ പണി. ട്രിപ്പ് കിട്ടും. ഇന്ന് നിന്റെ മിടുമ്പ് തെറിപ്പിക്കും. ഒരു മിനിറ്റ്. എന്തുവാടാ ഇത്? ഞാൻ ഒന്ന് വരക്കട്ടെ. ചുമ്മാ അറപ്പിക്കല്ലേ ഏട്ടാ. ഇവനോട് മര്യാദയ്ക്ക് കളിക്കാൻ പറഞ്ഞില്ല. ഒരു ടീമായപ്പോ ബോള് ബാറ്റേക്കോളും ശബ്ദം ഞങ്ങൾ കേട്ടതാ. അപ്പൊ സാറും കളി കണ്ടിട്ടില്ല. എന്തിനാടാ സൈമ വെറുതെ കള്ളം പറയുന്നത്? മാറിക്കൊടു. സാർ ചുമ്മാ ഇരുന്ന് കളിയണ്ടേ? നീ ഇവനെ ഔട്ടാക്കണ്ട, ഒരു നിർത്തിയരാ. പിന്നെ ഉമ്മാരെ കൂടി ചേർക്ക് പോയി അറിയടി. നിന്റെ മിടുസ്റ്റമ്പയായി തെറിപ്പിക്കും. தீர்மானிக்கும் கடைசி பந்தை போடுவதற்காக பந்து வீச்சாளர் பந்தை சூடுபடுத்திக் கொண்டிருக்கிறார். ஆட்டக்காரர் பந்தை സാറേതേ അവള്? അന്ത തുപ്പാക്കിയാ? ആമാ സാർ. അസിനപ്പുറം ഉണ്ടോടാ? ഒരു കുട്ടി അസിൻ. ഇത് മറ്റേ ലൈറ്റ് ഹൗസിന്റെ ബാക്കിലുള്ള പെണ്ണ്. ഞാൻ വളയ്ക്കാൻ നോക്കിയതാ, ടഫാണ്. എന്നാ ഇവനും കിട്ടത്തില്ല അല്ലേ ഗണേശ? അത് ശരിയാ. മുട്ടി നോക്ക്. തുപ്പാക്കി. ചെറിയൊരു പനിയുണ്ടതാ വരയില്. വിജയ് സാറിനെ കണ്ടപ്പോ വിസിലടിച്ചില്ലേ? അതിന് ഞാൻ ഇളയ ദളപതി നഗർ വിജയമണ്ഡലം സെക്രട്ടറി സൈമൺ. ആരാ? നീ ആയതുകൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഞാനൊന്നും മിണ്ടാതിരുള്ളൂ. ഇയാളോ? സോറി, സയന്റിസ്റ്റ്. കൊള്ളാം. നൈസ് ഗേൾസ്. നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് കാണാൻ വന്നല്ലോ. വരാം. ആ മഞ്ഞക്കുട്ടി കൊള്ളാല്ലേ? ഓടരുത്. ഡാഡിയാണെന്ന് തോന്നുന്നു. Don't worry, I will manage. Hey man,
What are you fellows doing here? What are you doing in my house? Huh? My chain loose. Putting inside chain. What? Between What are you talking, man? No. between tires, sir. What? വാട്ടെന്ന് വെച്ചാ പ്രിവിൽ. Excuse me, I am Sidaram Iyer, retired from So what? You put your hand back, please. Gate in the കൈയെടുക്ക. ആ പോക്കറ്റിന്റെ അകത്ത്. Put it inside the pocket. ആഹാ കറങ്ങി. I am fixed. ഇവിടെ എന്താ നിങ്ങൾക്കെല്ലാം കാര്യം? സൈക്കിളും വെച്ചിങ്ങനെ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Everybody, please go. Go. Take the cycle also and get out. See, I am. Please go. I don't want to hear. Stupid beggar fellows. ബെഗർ തന്റെ അച്ഛൻ സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാള് നമ്മളോട് ഭയങ്കര മോശമായിട്ടാ പെരുമാറിയ ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. Cultureless fellow. Yeah. അയാൾക്കറിയില്ല ഐ ഹാവ് സെന്റ് റോക്കറ്റ്സ് ടു സ്പേസ്. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കരയുന്ന എനിക്കൊന്ന് കാണണം. അല്ല ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവിടെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ നോക്കൂ. ആഹാ വണ്ടർഫുൾ പ്രതികാരം. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു കേട്ടോ. വിളിച്ചു കേട്ടോ അങ്കിളെന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കിളവന്മാരെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. 2 ദിവസം രസികർ മണ്ഡലം പുറകെയുണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിലടിച്ചേ? അതെ എനിക്ക് വിജയ് ഇഷ്ടാ. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. സൈമ, അതെ അവള് തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റ് ആയിട്ടൊന്ന് ചിരിച്ചേക്കണം. ചിരിക്കാം സാർ. പക്ഷെ 3 റൗണ്ടായി സാർ. തിരിഞ്ഞു നോക്കുന്നത്. നോക്കും. നിക്ക് കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവള് ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുട്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട് ഇല്ലേ മിസ്റ്റർ സൈമൺ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി നീ എന്തെങ്കിലും ചോദിക്ക. ഹലോ, എന്നും വരാറുണ്ടോ ഓടാൻ? എന്നും ഓടാൻ വരാറുണ്ടോ? അത് തന്നെയല്ലേ ഇപ്പൊ അങ്കിളും ചോദിച്ചത്. അതെല്ലേ, കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാട്. നിന്നോട് ആര് പറഞ്ഞു ഞാൻ ചോദിച്ച എന്നെ ചോദിക്കാൻ? അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ച സാർ എന്തിനാ പറഞ്ഞേ? സോറി, ആകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. വഴിയും പറഞ്ഞു തന്നെ. വഴിയൊക്കെ ഉണ്ട്. എന്താ വേണ്ടെന്ന്? കൊച്ചിനെ ഡാൻസിന് ചേർക്കാൻ വന്നതാ. ലച്ചു എന്താ? ജെന്നിഫർ എന്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താ ജെന്നി മാസാകും. എന്താകും? മാസ്. തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ. പ്ലീസ് ചേച്ചി, പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ? ഓക്കെ. ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. ഓ എന്നാ പോയിക്കോ. അല്ല ഇനി മോളെ കൊണ്ടുപോകാൻ വന്നാ മതി. അല്ല ഫീസ് പറഞ്ഞില്ല? 2000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. ഉണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട.